ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെജീറ്റയുടെ പവർഫുൾ ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള അൾട്രാ ഈഗോയെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. കൂടാതെ വെജീറ്റയ്ക്ക് ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണോ, ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എത്രത്തോളം പവർഫുൾ ആണ്, ഇതിന്റെ പോരായ്മകൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. കൂടാതെ വീഡിയോ കാണുന്ന വെജീറ്റ ഫാൻസ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. കൂടാതെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. വെജീറ്റയുടെ ഈ ഒരു അൾട്രാ ഈഗോ ഫോം ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ ടോയോട്ടാറോ ആണ്. പുള്ളിക്കാരൻ നമ്മുടെ ടോറിയാമയ്ക്ക് ഈ ഒരു ഫോമിനെ പറ്റി പറഞ്ഞാണ് അവസാനം നമുക്ക് മാഗയിൽ ഈ ഒരു അൾട്രാ ഈഗോ ഫോം കാണിച്ചു തന്നത്. അതുപോലെ ഈ ഒരു ഫോം കൊണ്ടുവന്നപ്പോൾ അൾട്രാ ഇൻസ്റ്റിക്റ്റിന് ഓപ്പോസിറ്റ് ആയും കൂടാതെ വെജീറ്റയ്ക്ക് സൂട്ടാകുന്ന ഒരു പേരും ഇതിന് വേണമെന്ന് കരുതിയാണ് അവസാനം അൾട്രാ ഈഗോ ഫോം എന്ന് തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ വച്ചത്. ഇനി എങ്ങനെയാണ് വെജീറ്റ ഈ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടി ട്രെയിനിങ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. പതിവ് പോലെ എപ്പോഴും വിസിന്റെ കൂടെ ഗോകു അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇത് കാണുന്ന വെജീറ്റയോട് ചോദിക്കും, ഗോകുവിനെ പോലെ നിനക്കും ട്രെയിനിങ് ചെയ്താൽ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ മാറാൻ സാധിക്കുമല്ലോ. അപ്പോഴാണ് വെജീറ്റ പറയുന്നത്, എനിക്ക് ഗോകുവിനെ പോലെ അൾട്രാ ഇൻസ്റ്റിക്റ്റിൽ ഒന്നും മാറേണ്ട, വേറെ ഏതെങ്കിലും രീതിയിൽ ട്രെയിനിങ് ചെയ്ത് പവർഫുൾ ആയി ഗോകുവിനേക്കാൾ പവർഫുൾ ആകണമെന്ന് പറയുന്നു. അപ്പോഴാണ് ബിയറസ് വെജീറ്റയോട് പറയുന്നത്, അൾട്രാ ഇൻസ്റ്റിക്റ്റ് എന്നത് ഏഞ്ചൽസിന്റെ ടെക്നിക്കാണ്, എന്നാൽ എന്നെ പോലെയുള്ള ഗോഡ്സ് ഒക്കെ മറ്റൊരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് നാളായി ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് എന്റെ മൂവ്സും അറ്റാക്സ് ഒക്കെ വേണമെങ്കിൽ കണ്ടുപിടിച്ചോ എന്ന രീതിയിൽ ഇൻഡയറക്റ്റ് ആയി നമ്മുടെ ബിയറസ് വെജീറ്റയെ വിളിക്കും. അങ്ങനെ വെജീറ്റയ്ക്കും ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്കിനെ കുറിച്ച് നമ്മുടെ ബിയറസ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തുടങ്ങും. നിനക്ക് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഒരു കുറ്റബോധമോ ഫീലിംഗ്സോ ഉണ്ടാകരുത്. അതായത് ഇപ്പോൾ നമ്മുടെ വെജീറ്റയെ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്റെ ഫാദർ ആയിട്ടുള്ള കിങ് വെജീറ്റ ചെയ്ത പല തീരുമാനങ്ങളും അതുപോലെ തന്നെ താൻ പണ്ട് ഒരുപാട് ആൾക്കാരെ കൊന്നതും തുടങ്ങിയതൊക്കെ ആലോചിച്ച് താൻ ഒരു കുറ്റക്കാരനാണ് എന്ന രീതിയിലാണ് വെജീറ്റ ഇപ്പോഴും തന്നെ കാണുന്നത്. നമ്മുടെ മോറോവാർക്കിൽ തന്നെ വെജീറ്റ പറയുന്നുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും നരകത്തിലേക്ക് മാത്രമേ പോവുകയുള്ളൂ എന്ന്. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം വെജീറ്റ ഇപ്പോഴും ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് എന്ന ഒരു കുറ്റബോധം തന്റെ ഉള്ളിലുണ്ട് എന്ന ഒരു കാര്യം. എന്നാൽ ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മുടെ വെജീറ്റയ്ക്ക് ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ബിയറസ് ആദ്യം തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ പഴയതുപോലെ ആ ഒരു വെജീറ്റയിലേക്ക് മാറണം എന്നാണ്. അതായത് നമ്മുടെ ഡ്രാഗൺ ബോൾ സിയിൽ വെജീറ്റ തുടക്കത്തിൽ വരുന്നത് നമുക്ക് ഓർമ്മയില്ല. അതായത് ഒരു പ്യൂർ ആയിട്ടുള്ള ഒരു വില്ലൻ, ഒന്നിനെ കുറിച്ചും ഒന്നും ചിന്തിക്കാതെ എനിക്ക് എന്താണോ വേണ്ടത്, എന്തിനാണോ ഡിസ്ട്രോയ് ചെയ്യേണ്ടത് അതങ്ങ് ചെയ്യണം. അതുപോലെ വെജീറ്റ ഇവിടെ മാറിക്കഴിഞ്ഞാൽ മാത്രമേ വെജീറ്റയ്ക്ക് ഈ ഒരു ഫോം യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ വെജീറ്റയും തന്റെ കുറ്റബോധങ്ങളൊക്കെ മാറ്റി ഈ ഒരു ടെക്നിക്ക് പഠിച്ചെടുക്കാമെന്ന് തീരുമാനിക്കുന്നു. ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്കിന് ആദ്യം വേണ്ടത് ഈ ഒരു കാര്യമാണ്. അങ്ങനെ വെജീറ്റ ഇതും ഒന്ന് സെറ്റാക്കി എടുക്കുന്നു. അതിനുശേഷമാണ് ബിയറസ് ഈ ഒരു ടെക്നിക്കിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. അതായത് ബിയറസ് ഒരു ചെറിയൊരു കല്ലെടുത്ത് അത് വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിപ്പിക്കും. ഇതേപോലെ വെജീറ്റ ചെയ്യാൻ നോക്കുമ്പോൾ വെജീറ്റ തന്റെ പവേഴ്സ് വെച്ചാണ് ആ ഒരു കല്ല് ഇല്ലാതാക്കുന്നത്. എന്നാൽ ഇതുപോലെയല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് തന്റെ ഉള്ളിലെ ആ ഒരു എനർജി മുഴുവൻ പുറത്തെടുത്ത് ആ ഒരു കല്ലിനെ വലിയ ശബ്ദത്തിൽ പൊട്ടിത്തെറിപ്പിക്കണം. അങ്ങനെ ഈ ഒരു കാര്യം വെജീറ്റയ്ക്ക് പറഞ്ഞു കൊടുത്ത് വെജീറ്റ പതിയെ പതിയെ അത് ട്രെയിനിങ് ചെയ്തെടുക്കുന്നു. ആദ്യം ചെറിയ കല്ലൊക്കെ പൊട്ടിത്തെറിപ്പിച്ച് പിന്നെ വലിയ വലിയ കല്ലുകളായി പിന്നീട് ഒരു വാട്ടർഫോൾസിന്റെ അടുത്ത് നിന്നും ഒരു വലിയൊരു മരക്കഷ്ണം നമ്മുടെ വെജീറ്റ ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് വെച്ച് ഇല്ലാതാക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന നമ്മുടെ വിസ് ഗോകുവിനോട് തന്നെ പറയുന്നുണ്ട്, അൾട്രാ ഇൻസ്റ്റിക്റ്റ് ട്രെയിനിങ് ചെയ്യുന്നത് പോലെയല്ല ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക്ക് ട്രെയിനിങ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിസ് ഇവിടെ ഗോകുവിനോടും പറയുന്നുണ്ട്. ഈ ഒരു രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ബിയറസ് നമ്മുടെ വെജീറ്റയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പിന്നീട് വെജീറ്റ ഗ്രനോളയുമായിട്ടുള്ള ഫൈറ്റിൽ ഗോകു ആദ്യം ഗ്രനോയുടെ കയ്യിൽ നിന്നും ഡിഫീറ്റ് ആയതിനു ശേഷം വെജീറ്റയും ഗ്രനോഡും തമ്മിലുള്ള ഫൈറ്റിൽ വെജീറ്റ തന്റെ ദേഷ്യം മുഴുവനായും പുറത്തെടുത്ത് ആദ്യമായി ഈ ഒരു അൾട്രാ ഈഗോ ഫോമിലേക്ക് മാറുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മാങ്ക ചാപ്റ്റർ വായിച്ചു വരുന്ന സമയത്താണ് വെജീറ്റ ഈ ഒരു അൾട്രാ ഈഗോ ഫോമിൽ മാറുന്ന ആ ഒരു പിക്ചർ കാണുന്ന സമയത്ത് തന്നെ വല്ലാത്തൊരു ഗൂസ് ബോംസ് ആണ് വന്നിരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെജീറ്റ അൾട്രാ ഈഗോ ഫോമിൽ മാറുന്ന സമയത്ത് താൻ പണ്ട് ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ഒരു കുറ്റബോധവും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ താൻ ഫൈറ്റ് ചെയ്യുന്ന ഓപ്പണന്റിന്റെ കൂടെ ഒരു ഫീലിംഗ്സും ഉണ്ടാകാൻ പാടില്ല. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോകുവിനെ എടുത്തു കഴിഞ്ഞാൽ എനിമി ആണെങ്കിൽ കൂടി അവസാനം ഗോകു അവനൊരു അവസരം കൊടുക്കാറുണ്ട്. എന്നാൽ അതുപോലുള്ള ഒരു ഫീലിംഗ്സും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. പിന്നീട് ഈ ഒരു അൾട്രാ ഈഗോ ഫോമിൽ മാറിയ വെജീറ്റയ്ക്ക് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് ആ ഒരു ഈഗോ. താൻ എത്രത്തോളം ദേഷ്യപ്പെടുന്നോ അതിനനുസരിച്ച് തന്റെ പവർ കൂടിക്കൊണ്ടിരിക്കും. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ വെജീറ്റയും ഗ്രനോഡയും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രനോഡ നല്ല രീതിയിൽ വെജീറ്റയെ അടിക്കാൻ തുടങ്ങുന്നു. എന്നാൽ വെജീറ്റയാണെങ്കിൽ അതിന് രണ്ടിരട്ടിയായിട്ട് കൊടുക്കുന്നുമുണ്ട്. എത്രയൊക്കെ വെജീറ്റയെ അടിച്ചാലും എങ്ങനെയാണ് വെജീറ്റ ഗ്രനോഡയെ തിരിച്ചടിക്കുന്നത് എന്ന് ഗ്രനോഡ തന്നെ ചിന്തിക്കുമ്പോഴാണ് വെജീറ്റ ഈ ഒരു കാര്യം ഇവിടെ പറയുന്നത്. അതായത് വെജീറ്റയെ ഒരുപാടധികം അടിക്കുന്ന സമയത്ത് തിരിച്ചു കൊടുക്കാനുള്ള ആ ഒരു ദേഷ്യവും വാശിയും ഒക്കെ എപ്പോഴൊക്കെ കൂടുന്നു അതിനനുസരിച്ച് തന്റെ ഈ ഒരു അൾട്രാ ഈഗോ ആ ഒരു പവേഴ്സ് കൂടി
കൂടിക്കൊണ്ടിരിക്കും. ഇതാണ് സത്യത്തിൽ ഈ ഒരു അൾട്രാ ഈഗോയുടെ മെയിൻ പവർ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ആ ഒരു ദേഷ്യം ഒരു പരിധിക്ക് മുകളിൽ പോയി കഴിഞ്ഞാലും പ്രശ്നമായിട്ടുള്ള ഒന്നാണ്. അങ്ങനെ ആ ഒരു ദേഷ്യം കൂടി ആ ഒരു അൾട്രാ ഈഗോ ഫോം വെജീറ്റയെ തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ആകരുത്. കാരണം വെജീറ്റ യൂസ് ചെയ്യുന്നത് ഡിസ്ട്രക്ഷൻ ടെക്നിക് ആണ്. ആ ഒരു ദേഷ്യത്തിൽ പെട്ടെന്ന് ഒരു പ്ലാനറ്റ് തന്നെ ഇല്ലാതാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെജീറ്റയ്ക്ക് ഈസി ആയിട്ട് അത് സാധിക്കുകയും ചെയ്യും. അതായത് ഈ ഒരു ടെക്നിക്ക് വെജീറ്റ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് വെജീറ്റ ഒരു ഈവിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു വില്ലൻ ആയിട്ടാണ് ഇവിടെ മാറുന്നത്. ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. കറക്റ്റായി അത് കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ വെജീറ്റയ്ക്ക് തന്നെ അതൊരു വലിയ പ്രശ്നം ഉണ്ടാക്കാനും ചാൻസ് ഉണ്ട്. ഇനി ഈ ഒരു അൾട്രാ ഈഗോയുടെ കുറച്ച് പോരായ്മകളും അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങളുമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും പെട്ടെന്ന് ഈ ഒരു അൾട്രാ ഈഗോ എന്ന് പറയുന്ന സമയത്ത് ബിയറസുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ബിയറസ് യൂസ് ചെയ്യുന്നത് പോലെ ആ ഒരു ഹക്കായി ബോളോ അതുപോലെ തന്നെ നമ്മുടെ ബിയറസ് ആ ഒരു സമസൂനൊക്കെ ഡിഫീറ്റ് ചെയ്തിട്ടില്ലേ, അതുപോലെയൊന്നും ഇവിടെ വെജീറ്റയ്ക്ക് യൂസ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ കാരണം വെജീറ്റ ഇവിടെ ഈ ഒരു അൾട്രാ ഈഗോ ഫോം മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല. കൂടാതെ ആ ഒരു കാര്യങ്ങളൊക്കെ ബിയറസ് നമ്മുടെ വെജീറ്റയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുമില്ല. എന്നാൽ ടോപ്പ് യൂസ് ചെയ്യുന്നത് പോലെ ആ ഒരു ഹക്കായി ബോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്, എത്രയൊക്കെ അടി വാങ്ങുന്നോ അതിനനുസരിച്ച് ആ ഒരു ദേഷ്യം കൂടി അതിന് രണ്ടിരട്ടിയെ തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ആ ഒരു കാര്യം. എന്നാൽ അത് തന്നെയാണ് ഈ ഒരു പവറിന്റെ വീക്ക്നെസ് എന്ന് പറയാം. അതിനിവിടെ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അതായത് വെജീറ്റ അടി വാങ്ങുന്നതിനനുസരിച്ചാണ് പവർഫുൾ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അടി വാങ്ങുന്നതിനും ഒരു പരിധിയുണ്ട്. ഗ്രനോളുടെ കയ്യിൽ നിന്നും ഒരു പരിധിയിൽ കൂടുതൽ അടി വാങ്ങുന്ന സമയത്ത് തന്റെ ബോഡിക്ക് തന്നെ ആ ഒരു അടി താങ്ങാൻ കഴിയുന്നില്ല. അത് കൂടാതെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു പഞ്ചൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു അൾട്രാ ഈഗോ ഒന്നും കറക്റ്റായി വർക്ക് ആകില്ല. അത് തന്റെ ബോഡി നല്ല രീതിയിൽ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജീറ്റയ്ക്ക് ഇങ്ങനെ അടി കിട്ടുന്ന സമയത്ത് ആ ഒരു ദേഷ്യം കൂടി ആ ഒരു ഈഗോ മുഴുവനായും പുറത്തു വരുന്ന സമയത്ത് ആ ഒരു വെജീറ്റയുടെ പവർ ബോഡിക്ക് താങ്ങാൻ കഴിയുമോ എന്ന ഒരു കാര്യവും ഇവിടെ നോക്കേണ്ട ഒന്നാണ്. ഈ ഒരു രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് വെജീറ്റ അൾട്രാ ഈഗോയിൽ മാറി പിന്നീട് ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോൾ വളരെയധികം പവർഫുൾ ആയെങ്കിലും പിന്നീട് അത് കറക്റ്റായി കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഡിഫീറ്റ് ആയത്. എന്നാൽ ഇവിടെ പലരും മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജീറ്റ അൾട്രാ ഈഗോയിൽ ഗ്രനോളയുടെ കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഗ്രനോളയുടെ വംശത്തെ തന്നെ ഇല്ലാതാക്കിയത് നമ്മുടെ സെയ്യൻസ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയവും വെജീറ്റയുടെ മനസ്സിൽ ഓടുന്നത് കൊണ്ട് ഒരുപക്ഷെ വെജീറ്റയ്ക്ക് ആ ഒരു അൾട്രാ ഈഗോ ഫോം കറക്റ്റായി കൊണ്ടുവരാൻ സാധിക്കാത്തതും ഒരു കാരണമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, വെജീറ്റ ഇവിടെ ആദ്യമായിട്ടാണ് അൾട്രാ ഈഗോ ഫോമിൽ മാറുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അൾട്രാ ഈഗോ ഫോം കറക്റ്റായി പുള്ളിക്കാരൻ മാസ്റ്റേർഡ് ചെയ്തിട്ടുമില്ല. അതായത് വെജീറ്റ ആദ്യം ഈ ഒരു ഡിസ്ട്രക്ഷൻ ടെക്നിക് ആണ് എന്ന് ഉപയോഗിക്കുന്ന രീതിയിൽ ആ ഒരു പർപ്പിൾ കളറിലൊന്നും ഹെയർ മാറാതെ ജസ്റ്റ് ആ ഒരു ഓറ മാത്രം കാണിച്ച് താൻ ഡിസ്ട്രക്ഷൻ ടെക്നിക് ആണ് യൂസ് ചെയ്യുന്ന രീതിയിൽ മാത്രം കാണിച്ചു തന്നാൽ മതിയായിരുന്നു. ഇത് എനിക്ക് മാത്രം തോന്നിയിട്ടുള്ള കാര്യമാണ്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അൾട്രാ ഈഗോയെ കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും കൂടി നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വെജീറ്റ അൾട്രാ ഈഗോയിൽ മാറുന്ന സമയത്ത് അൾട്രാ ഈഗോ വെജീറ്റയോട് ഒരു കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ, നീ മറ്റൊന്നും ഓർത്ത് ചിന്തിക്കാതെ ഒരു കുറ്റബോധങ്ങളും ഒന്നും വെക്കാതെ നിന്റെ ദേഷ്യം മുഴുവനായും പുറത്തു കൊണ്ടുവരിക. അതിനനുസരിച്ച് നിന്റെ ബോഡി പവർഫുൾ ആയിക്കൊണ്ടേയിരിക്കും. ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാ ഈഗോ. അതുപോലെ തന്നെ ഈ ഒരു അൾട്രാ ഈഗോ എത്രത്തോളം പവർഫുൾ ആണ് എന്നും വെജീറ്റയുടെ അൾട്രാ ഇൻസ്റ്റിക്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ പവർഫുൾ ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. എന്നാൽ നമുക്ക് ഗോക്കു വേഴ്സസ് വെജീറ്റ എന്ന ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇതിനെപ്പറ്റി കറക്റ്റായി നമുക്ക് പറയാം. നിലവിൽ നമുക്ക് അൾട്രാ ഈഗോ കാണിച്ചെടുത്തോളം ഇതൊരു പവർഫുൾ ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ്. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഒരു ടെക്നിക് ആണെന്ന് പറയാം. എന്നാൽ വെജീറ്റ അത് മാസ്റ്റേർഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അൾട്രാ ഈഗോയെ കുറിച്ച് എനിക്ക് ഇത്രമാത്രം കാര്യങ്ങളാണ് പറയാനുള്ളത്. ഞാൻ ഏതെങ്കിലും കാര്യങ്ങൾ പറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ആയിട്ട് പറയാവുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്ക്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്കും ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതും ഒന്ന് ഫോളോ ചെയ്തേക്ക്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.